ഡിയർസ് വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. അപ്പോൾ നമ്മൾ +2 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇത് സൊല്യൂഷൻ. ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ തലവേദന എന്ന് പറഞ്ഞാൽ അതിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. അത് സോൾവ് ചെയ്യാന്നുള്ളത് തന്നെയല്ലേ. ആകെ ചാപ്റ്ററിൽ തിയറി പഠിക്കാൻ ഈസിയാണ്, ന്യൂമറിക്കൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഏഗൺ ലേണിംഗ് പുതിയൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യണം. 5 ക്വസ്റ്റ്യൻ വീതമുള്ള 3 സെറ്റ് നിങ്ങൾക്ക് തരും. ഒന്നാമത്തെ സെറ്റ് ഇന്ന് തരാൻ പോവുക. ഈ 3 സെറ്റ് പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സൊല്യൂഷൻ എന്ന ചാപ്റ്ററിലെ എല്ലാ പ്രോബ്ലം, ഏത് പ്രോബ്ലവും സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കലക്ട് ചെയ്യാണ്. 2010 മുതലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു, അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കലക്ട് ചെയ്യുന്നു. എന്നിട്ട് 5 ക്വസ്റ്റ്യൻ വീതമുള്ള 3 സെറ്റ് ആവുന്നു, മക്കളെ പഠിപ്പിക്കുന്നു. സെറ്റ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. നോൺ വോളറ്റൈൽ സൊല്യൂട്ടുള്ള ഒരു സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് അവർ തന്നിട്ടുണ്ട്. ഒരു സൊല്യൂഷൻ ആണ്, അതിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഉണ്ട്, അതിന്റെ ബോയിലിംഗ് പോയിന്റ് അവർ തന്നിട്ടുണ്ട്. എത്ര ബോയിലിംഗ് പോയിന്റ് തന്നു നോക്കിയേ, 373.052. ആ സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആ സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ്, അതായത് ഷുഗർ സൊല്യൂഷൻ ആണെന്ന് വിചാരിച്ചോ, എന്തോ ആവട്ടെ, നോൺ വോളറ്റൈൽ സൊല്യൂട്ടുള്ള സൊല്യൂഷൻ, അതിന്റെ ബോയിലിംഗ് പോയിന്റ് 373.052 ആണ്. അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്യാം. എന്താ നോക്കിക്കോട്ടോ, സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് അവർ കൊടുത്തു. അഥവാ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ TB കൊടുത്തു. TB എത്രയാ? 373.052 ആണ്. ക്ലിയർ അല്ലേ? 052. അപ്പൊ പ്യുവർ സോൾവെന്റ് ബോയിലിംഗ് പോയിന്റ്, വാട്ടറിലെ അക്വസ് സൊല്യൂഷൻ ആണ്. അക്വസ് സൊല്യൂഷൻ പ്യുവർ വാട്ടർ ആണ്. അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ആഡ് ചെയ്തുണ്ടാക്കിയ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണടാ അക്വസ് സൊല്യൂഷൻ. അപ്പൊ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാ? 373 ആണ്. 373. പിന്നെ തന്ന ഡേറ്റ K ഫോർ വാട്ടർ അഥവാ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ആണ്. ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എത്രയാന്ന് വെച്ചാൽ 1.86 ആണ്. ഇത് KB എത്രയാന്ന് വെച്ചാൽ 0.52 ആണ്. 0.52. ഇതൊക്കെ തന്നിട്ടുണ്ട്. ഓരോ പോയിന്റ്, ഓരോ കാര്യങ്ങളും ഞാൻ എഴുതാൻ പോവാണ്. ഇതാ കേതാ കൊടുത്തിരിക്കുന്നത്, KB കൊടുത്തിട്ടുണ്ട് 0.52, KF കൊടുത്തിട്ടുണ്ട് 1.86 ആണ്. 273 കെൽവിൻ ആണ്. 273 കെൽവിൻ, ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ വാട്ടർ 273 കെൽവിൻ ആണ്. ക്ലിയർ ആണ്? നോർമൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ 373 കെൽവിൻ ആണ്. ഇത്രയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ പറഞ്ഞത് ഞാൻ പറയാം എന്തൊക്കെ തന്നെന്നാൽ, സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് കൊടുത്തു 373.052. പ്യുവർ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് കൊടുത്തു 373. K ഫോർ വാട്ടർ ഈസ് 1.86. KF എന്ന് പറഞ്ഞാൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. KB ഫോർ വാട്ടർ ഈസ് 0.52. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആണ്. സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് ചോദിച്ചിരിക്കുകയാണ്. ചെയ്ത് നോക്കിയേ മക്കൾ, നോക്കട്ടെ, ചെയ്ത് നോക്കിക്കോ. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇതാ ഡെൽറ്റ ഇവിടെ ചെയ്യാം. ഡെൽറ്റ TF ഈക്വൽ ടു KF × M എന്നുള്ള ഇക്വേഷൻ ഉണ്ട് അല്ലെ. ഡെൽറ്റ TB ഈക്വൽ ടു KB × M എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. KB × M. റെഡി അല്ലേ? ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക, ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. ആദ്യം തന്നെ കുറച്ച് ടഫായിട്ടുള്ള പ്രോബ്ലം തന്നെ ചെയ്യുന്നത്. നമുക്ക് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആണ് കാണേണ്ടത്. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുക, റേഷ്യോ കാണാം 1/2. ഡെൽറ്റ TF മക്കൾ നോക്കിയേ, ഡെൽറ്റ TF ബൈ ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KF ബൈ KB എന്ന ഇക്വേഷൻ. KF ബൈ KB. റെഡി അല്ലേ? അപ്പൊ എന്താ കിട്ടുക പറ? ഡെൽറ്റ TF ബൈ ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KF ബൈ KB ആണ്. KF ബൈ KB. റെഡിയാണ്? ഓക്കെ. ഡെൽറ്റ TB എന്ന് പറഞ്ഞാൽ കൂടിയ ബോയിലിംഗ് പോയിന്റ്. ഡെൽറ്റ TB എന്ന് പറഞ്ഞാൽ കൂടിയ ബോയിലിംഗ് പോയിന്റ്. അതിവിടെ കണ്ടുനോക്കാം. കൂടിയ ബോയിലിംഗ് പോയിന്റ് എത്രയാണെന്ന് കാണും. ഡെൽറ്റ TB കാണണമെങ്കിൽ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് പ്യുവർ സോൾവെന്റ് ബോയിലിംഗ് പോയിന്റ് മൈനസ് ചെയ്താൽ മതി. സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാ? 373.052. പ്യുവർ സോൾവെന്റ് ബോയിലിംഗ് പോയിന്റ് എത്രയാ? 373. അതായത് സൊല്യൂഷന്റെ ബോയിലിംഗ്, ഷുഗർ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് നിന്ന് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് കുറച്ചാൽ കിട്ടുന്നതാണ് കൂടിയ ബോയിലിംഗ് പോയിന്റ്. ഉപ്പിട്ട വെള്ളത്തിന് ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും വെള്ളത്തിനേക്കാളും. ക്ലിയർ അല്ലേ? അപ്പൊ കൂടിയ ബോയിലിംഗ് പോയിന്റ് എത്രയാന്ന് വെച്ചാൽ 0.052 കെൽവിൻ ആണ് കൂടിയ ബോയിലിംഗ് പോയിന്റ്. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? യെസ്. അപ്പൊ ഡെൽറ്റ TF ബൈ ഡെൽറ്റ TB. ഡെൽറ്റ TF നമുക്കറിയില്ല, കുറഞ്ഞ ഫ്രീസിംഗ് പോയിന്റ് നമുക്കറിയത്തില്ല. ഇതറിയാം, ഡെൽറ്റ TB അറിയാം 0.052 ആണെന്നറിയാം. KF എത്രയാ? 1.86 ആണെന്നറിയാം. KB എത്രയാ? 0.52 ആണെന്നറിയാം.
റെഡി അല്ലേ മക്കളെ? ക്രോസ് മൾട്ടിപ്ലൈ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ഇത് ഇൻറ്റു ഇത് ഈക്വൽ ടു ഇത് ഇൻറ്റു ഇത് എന്ന് ചെയ്യുക. റെഡി അല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയില്ലേ? ചെയ്ത് നോക്കില്ലേ? നമ്മൾ ചെയ്ത് നോക്കുകയാണേ. ഡെൽറ്റ ടി എഫ് ഇൻറ്റു 0.052. റെഡി അല്ലേ? 0.052 അല്ല, 052 അല്ല, ഡെൽറ്റ ടി എഫ് ഇൻറ്റു 0.52 ഈക്വൽ ടു 0.052 ഇൻറ്റു 1.86 ആണ്. ക്ലിയർ ആണോ? അടുത്ത് ഡെൽറ്റ ടി എഫ് ഇസിക്കലു, അതായത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത സാധനം ഇവിടെ വന്ന് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ക്ലിയർ ആണ്? ചെയ്യാൻ പോവാണേ. ഡെൽറ്റ ടി എഫ് ഇസിക്കലു 0.052 ഇൻറ്റു 1.86 ഡിവൈഡഡ് ബൈ 0.52. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? റെഡി. ഇനി ഡെൽറ്റ ടി എഫ് ഈസിക്കൽ ടു 0.052 ഇൻറ്റു 1.86 ഡിവൈഡഡ് ബൈ 0.052 ഇൻറ്റു 10 ചെയ്തു. അതായത് ഒന്നുമില്ല, 0.52 എന്നുള്ളതിനാ ഞാൻ ശ്രദ്ധിച്ചേ, 0.52 എന്നുള്ളതിനാ 0.052 എന്ന് എഴുതി ഇവിടെ കട്ട് ചെയ്ത് പോകാൻ വേണ്ടി. പക്ഷെ അപ്പൊ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 0.052 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ പോയിന്റ് വരും. 0.52 തന്നെയാണ്. ക്ലിയർ ആണ്? അപ്പൊ ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. ഈ 10 എടുത്ത് മുകളിലോട്ട് കൊടുക്കുക. എത്ര കിട്ടി? 1.86 ഇൻറ്റു 10⁻⁻1 കിട്ടി. ദാറ്റ് ഈസ് 0.186 കെൽവിൻ ആണ് കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പൊ കുറഞ്ഞ ഫ്രീസിംഗ് പോയിന്റ് ആണ്. കുറഞ്ഞ ഫ്രീസിംഗ് പോയിന്റ് എത്ര എന്ന് വെച്ചാൽ 0.186. സോ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ എത്രയായെന്ന് ചോദിച്ചാൽ 0 മൈനസ് 0.186. അതായത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ വാട്ടർ 0 ആണ്. കുറഞ്ഞ ഫ്രീസിംഗ് പോയിന്റ് 0.186 ആണ്. സോ സൊല്യൂഷനിലെ ഫ്രീസിംഗ് പോയിന്റ് -0.186 കെൽവിൻ. ഒന്നുമില്ലടാ, ഒരു സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് 2 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഞാൻ പ്യുവർ വാട്ടർ സാധാരണ ഫ്രീസ് ചെയ്യുക 0 അതിലേക്ക് ഷുഗർ ആഡ് ചെയ്തപ്പം ഫ്രീസിംഗ് പോയിന്റ് 2 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഫ്രീസ് ചെയ്യുന്ന എത്രയല്ല? -2. സാധാരണ 0 ഫ്രീസ് ചെയ്യുന്ന പ്യുവർ വാട്ടർ ഞാൻ ഷുഗർ ആഡ് ചെയ്തപ്പം 2 ഡിഗ്രി സെൽഷ്യസ് ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ആ സൊല്യൂഷൻ ഫ്രീസ് ചെയ്യുന്ന എത്രയല്ല? -2 മക്കൾ മനസ്സിലാക്കുക. റെഡി അല്ലേ? അപ്പൊ 0 മൈനസ് എന്ത് ചെയ്യുക? 0.186. ഇത് റെഡി? -0.186 കിട്ടി. റെഡിയാണ്? 0 മൈനസ് 0.186 ആണ് ഇവിടെ ആൻസർ വരുന്നത്. യെസ്, ഇവിടെ മൈനസ് ഉണ്ടാവില്ല, ഇവിടെ പ്ലസ് തന്നെയാണ്. ഫ്രീസിംഗ് പോയിന്റ് -0.186 കെൽവിൻ. റെഡി. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, വാൻ ഹോഫ് ഫാക്ടർ I ആണ്. വാല്യൂസ് ഓഫ് വാൻ ഹോഫ് ഫാക്ടർ I for an aqueous KCl solution is close to 2, while that of ethanoic acid in benzene is nearly 0.5. Give reason. പൊട്ടാഷ്യം ക്ലോറൈഡിന്റെ വാൻ ഹോഫ് ഫാക്ടർ 2 ആണ്. പക്ഷേ അസറ്റിക് ആസിഡ് അഥവാ എത്തനോയിക് ആസിഡ് ബെൻസീനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വാൻ ഹോഫ് ഫാക്ടർ 0.5 ആണ്. എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ട് എത്തനോയിക് ആസിഡ് ഇൻ ബെൻസീൻ ഓർ അസറ്റിക് ആസിഡ് ഇൻ ബെൻസീൻ സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ശ്രദ്ധിച്ചോ, വാൻ ഹോഫ് ഫാക്ടർ. അപ്പൊ മക്കൾ നോക്കിക്കോ, വാൻ ഹോഫ് ഫാക്ടർ കാണാൻ എളിക്കേഷൻ ഒരു മോളിക്കൂൾ 100% ഡിസോസിയേറ്റ് ചെയ്യുകയോ 100% അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ I കാണാൻ എളിക്കേഷൻ ആണ് നമ്പർ ഓഫ് അയോൺസ് ഫോംഡ്. എന്താ പറയാ? നമ്പർ ഓഫ് അയോൺസ് ഫോംഡ് ഡിവൈഡഡ് ബൈ number of molecule taken. റെഡിയാ? ശ്രദ്ധിച്ചോ, നമ്പർ ഓഫ് അയോൺസ് ഫോം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോളിക്യൂൾ ടേക്കൺ. ഇതാണ് I കാണാൻ എളിക്കേഷൻ. വാൻ ഹോഫ് ഫാക്ടർ I കാണാൻ എളിക്കേഷൻ ഇതാണ്. എന്താ പറയാ? 100% ഡിസോസിയേറ്റ് ചെയ്യുകയോ 100% അസോസിയേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന മോളിക്യൂളിന്റെ കേസിൽ വാൻ ഹോഫ് ഫാക്ടർ I കാണാൻ എളിക്കേഷൻ ആണിത് നമ്പർ ഓഫ് അയോൺസ് ഫോം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോളിക്യൂൾ ടേക്കൺ. ക്ലിയർ ആണോ മക്കൾ? ഓക്കെ അല്ലേ? റെഡി.
100% 100% ഡിസോസിയേഷൻ ഓർ 100% അസോസിയേഷൻ. ഇനി KClന്റെ കേസിലേക്ക് പോകാം. KClന്റെ കേസിൽ പൊട്ടാഷ്യം ക്ലോറൈഡ് എങ്ങനെ അയോണൈസ് ചെയ്യുക? K++Cl-. ശരിയല്ലേ? സോ I = നമ്പർ ഓഫ് അയോൺ ഫോംഡ് ഇവിടെ എത്രയാ? 1 + 1 എത്രയാ? 2. നമ്പർ ഓഫ് അയോൺ ഫോംഡ് എത്രയാ? 2 ആണ്. ഇതാ നമ്പർ ഓഫ് അയോൺ ഫോംഡ് 1, 2. നമ്പർ ഓഫ് മോളിക്യൂൾ ടേക്കൺ എത്രയാണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോളിക്യൂൾ ടേക്കൺ 1 ആണ്. ഒറ്റ മോളിക്യൂളേ ഉള്ളൂ. സോ ഡിവൈഡഡ് ബൈ എത്ര കിട്ടും? 2/1 = 2. ക്ലിയർ അല്ലേ? പക്ഷെ അങ്ങനെയല്ല. എത്തനോയിക് ആസിഡ് ബെൻസീനിലേക്ക് ഇട്ടാൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ സംഭവിക്കും. നോക്കാം. ഇതാണ് എത്തനോയിക് ആസിഡ്. 2CH3COOH. ഇതാണ് എത്തനോയിക് ആസിഡ്. ഇത് ബെൻസീനിലേക്ക് വെള്ളത്തിലേക്കല്ലേ ബെൻസീനിലേക്ക് ആഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുക നോക്കാൻ പോവുക. ഇത് ബെൻസീനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മക്കൾ മനസ്സിലാക്കുക. നോക്കിയേ, CH3C ഡബിൾ ബോണ്ട് OH. റെഡി അല്ലേ? CH3COH ഡബിൾ ബോണ്ട് O. ക്ലിയർ ആണോ? അസോസിയേറ്റ് ചെയ്യും. എന്ത് ചെയ്യും പറ? അസോസിയേറ്റ് ചെയ്യും. 2 മോളിക്യൂൾ ചേർന്ന് ഒരു സിംഗിൾ മോളിക്യൂളായി മാറി. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡൈമറൈസേഷൻ. എന്താ വിളിക്കുക? ഡൈമറൈസേഷൻ. ഓരോ 2 മോളിക്യൂളും ചേർന്ന് ഒരു സിംഗിൾ മോളിക്യൂളായി മാറുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? ഡൈമറൈസേഷൻ. 2 മോളിക്യൂൾ ചേർന്ന് ഒന്നായി മാറി. നമ്പർ ഓഫ് അയോൺ ഫോംഡ് എത്രയായെന്ന് വെച്ചാൽ നമ്പർ ഓഫ് അയോൺ ഫോംഡ് 1 ആണ്. 2 പേര് കൂടി ചേർന്ന് ഒന്നായി മാറി. നമ്പർ ഓഫ് അയോൺ ഫോംഡ് എത്രയാ? 1 ആണ്. നമ്പർ ഓഫ് മോളിക്യൂൾ ടേക്കൺ എത്ര? നമ്പർ ഓഫ് മോളിക്യൂൾ ടേക്കൺ എത്രയാന്ന് വെച്ചാൽ 2 ആണ്. 2 മോളിക്യൂൾ ഉണ്ട്. സോ 1/2 ആണ്. 1/2 എത്രയാ? 0.5. അപ്പൊ KClന്റെ കേസിൽ വാൻ ഗോഗ് ഫാക്ടർ 2 കിട്ടാൻ കാരണം KClന് ഡിസോസിയേഷൻ ആണ് സംഭവിക്കുന്നത്. പൊട്ടാഷ്യം ക്ലോറൈഡ് undergo dissociation. But in the case of acetic acid in benzene which undergo association, so Van Hoff factor is less than 1. അത് എങ്ങനെ പറയാ? In the case of molecule undergo dissociation, I value is always greater than 1. In the case of molecule undergo association, I value is always less than 1. Ready? അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ? അങ്ങനെ 5 ക്വസ്റ്റ്യൻ സെറ്റ് ആക്കി അങ്ങ് പഠിക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ആയിക്കോളൂ. ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ ബെൻസീൻ കൊടുത്തിട്ടുണ്ട്. ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ ബെൻസീൻ വേഗം ചെയ്യാം. ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ ബെൻസീൻ എന്ന് പറഞ്ഞാൽ T0B ആണ്. T0B കൊടുത്തിട്ടുണ്ട്. ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ ബെൻസീൻ 353.23. ഇവിടെ സോൾവെന്റ് ബെൻസീൻ ആണെന്ന് മനസ്സിലാക്കുക. ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ ബെൻസീൻ അഥവാ T0B കൊടുത്തിട്ടുണ്ട്. 1.8 gram ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അതായത് സൊല്യൂട്ടിന്റെ മാസ് എത്രയാ? 1.8 gram. WB എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് ആണ്. WB എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് അഥവാ വെയിറ്റ് ഓഫ് സൊല്യൂട്ട്. B എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട്, A എന്ന് പറഞ്ഞാൽ സോൾവെന്റ്. ക്ലിയർ അല്ലേ? അപ്പൊ WB എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയാ, വെയിറ്റ് ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ W2 എന്നൊക്കെ പറയാം. ഓക്കെ, 1.80 gram ആണ്. W എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്, B എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് ആണ്, A എന്ന് പറഞ്ഞാൽ ആപ്പിൾ അല്ല, A എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ആണ്. അപ്പൊ WA എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സോൾവെന്റ് ആണ്. WB എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ആണ്. ഓക്കെ, അപ്പൊ WB 1.8 ആണ്. WA വെയിറ്റ് ഓഫ് ബെൻസീൻ WA കൊടുത്തിട്ടുണ്ട്. എത്രയാ? 90 ആണ്. 90 gram. റെഡി. ബോയിലിംഗ് പോയിന്റ് റൈസസ് ടു 354.11 എന്നാ പറയുന്നത്. അതായത് സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാ? 354.11 കെൽവിൻ ആണ്. അതായത് 353.23 കെൽവിൻ ബോയിലിംഗ് പോയിന്റ് ഉള്ള ബെൻസീനിലേക്ക് ഏതോ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തു. നോൺ വോളറ്റൈൽ സൊല്യൂട്ട്, വേപ്പർ ആവാത്ത സൊല്യൂട്ട് ആഡ് ചെയ്തപ്പം ആ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് കൂടി എന്നാ പറയുന്നത്. 354.11 ആയിട്ട് കൂടി. അപ്പൊ കൂടിയ ബോയിലിംഗ് പോയിന്റ് എത്രയാന്ന് വെച്ചാൽ, കൂടിയ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ TB എത്രയാന്ന് വെച്ചാൽ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റിൽ നിന്നും പ്യുവർ സോൾവെന്റ് ബോയിലിംഗ് പോയിന്റ് മൈനസ് ചെയ്താൽ മതിയടാ. സൊല്യൂഷന്റെ ബോയിലിംഗ് ഒരു സൊല്യൂഷൻ 101 ബോയിൽ ചെയ്തു, 101 ഡിഗ്രി. സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് 101 ആണ്. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ആണ്. എത്ര കൂടി എന്ന് വെച്ചാൽ 1 കൂടി എന്നല്ലേ നിങ്ങൾ പറയാം. വാട്ടറിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്ത് ചായ ഉണ്ടാക്കാൻ പോവുക, വെള്ളത്തിലേക്ക് കുറച്ച് പഞ്ചസാര എടുത്തിട്ടു, ഷുഗർ എടുത്തിട്ടു, ബോയിലിംഗ് പോയിന്റ് 102 ആയി. എത്ര കൂടി എന്ന് വെച്ചാൽ 2 കൂടി എന്നല്ലേ പറയാ, അല്ലെ? കൂടിയ ബോയിലിംഗ് പോയിന്റ് 2 ആണ്. അതുപോലെ തന്നെയാണ് 354.11 ആണ് ബോയിലിംഗ് പോയിന്റ് സൊല്യൂഷന്റെ.
പ്യുവർ ബെൻസീന്റെ ബോയിലിംഗ് പോയിന്റ് 353.23 ആണ്. അപ്പൊ കൂടിയ ബോയിലിംഗ് പോയിന്റ് ഇത് മൈനസ് ചെയ്താൽ 0.88 ആൻസർ കിട്ടുക. 0.88. ക്ലിയർ അല്ലേ? കെ ബി ഫോർ ബെൻസീൻ, കെ ബി തന്നിട്ട് എത്രയാ? 2.53 ആണ്. 2.53 കെൽവിൻ കിലോഗ്രാം പെർ മോൾ. കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. സൊല്യൂട്ടിന്റെ മോളാർ മാസ് കാണാനാണ്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് മെയിൻ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അൺനോൺ സൊല്യൂട്ടിന്റെ മോളാർ മാസ് കാണാം. അപ്പൊ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഇക്വേഷൻ നോക്കാം. ഡെൽറ്റ ടി ബി is equal to കെ ബി ഇൻറ്റു എമ്മിന് പകരം കെ ബി ഇൻറ്റു എം ആണ് മൊളാലിറ്റിക്ക് പകരം ഇക്വേഷൻ കൊടുക്കുക. ഡെൽറ്റ ടി ബി is equal to കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ബൈ എം ബി ഇൻറ്റു 1000 ബൈ ഡബ്ല്യു എ. റെഡി അല്ലേ? ഓരോ വാല്യൂ അവർ തന്നിട്ടുണ്ട്. ഡെൽറ്റ ടി ബി 0.88 ആണ്. 0.88. കെ ബി നമ്മൾ കണ്ടുപിടിച്ചു 2.53 ആണ്. 2.53. ഡബ്ല്യു ബി വെയിറ്റ് ഓഫ് സൊല്യൂട്ട് എത്രയാ? 1.80. എം ബി തന്നിട്ടുണ്ട്. എം ബി മോളാർ മാസ്. എം ബി എത്രയാ? മോളാർ മാസ് കാണണം. എം ബി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 1000. ഡബ്ല്യു എ വെയിറ്റ് ഓഫ് സോൾവെന്റ്. എത്രയാ? വെയിറ്റ് ഓഫ് സോൾവെന്റ് 90 ആണ്. എത്രയാ? 90. അപ്പൊ എം ബി കാണാൻ പോവാണേ. ഈ എം ബി ഇങ്ങോട്ട് പോവാ. എം ബി is equal to 2.53 into 1.80 into 1000 divided by 90 into 0.88 ആണ്. ക്ലിയർ ആണോ മക്കൾ? ക്ലിയർ ആണോ? ആൻസർ എം ബി സിക്കൽ 57. എം ബി സി കാൽക്കുലേറ്റ് ചെയ്താൽ 57.5 ആണ്. 57.5 മോളാർ മാസ്. ക്ലിയർ അല്ലേ? അപ്പൊ ഡെൽറ്റ ടി ബി സിക്കൽ മക്കളെ പറ. ഡെൽറ്റ ടി ബി സിക്കൽ കെ ബി ഇൻറ്റു എം ആണ്. എം എന്ന് പറഞ്ഞാൽ മൊളാലിറ്റി ആണ്. മൊളാലിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഡബ്ല്യു ബി ബൈ എം ബി ഇൻറ്റു 1000 ബൈ ഡബ്ല്യു എ. ഡബ്ല്യു ബി അറിയാം 1.80. എം ബി കാൽക്കുലേറ്റ് ചെയ്യണം. ഈ എം ബി ഇങ്ങോട്ട് പോകുന്ന ഇതെടുത്ത് ഡിവൈഡ് ചെയ്യും. അപ്പൊ 2.53 ഇൻറ്റു 1.80 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 90 ഇൻറ്റു 0.188 0.0. ഈ 90 ഇൻറ്റു എം ബിക്ക് പകരം ഇങ്ങോട്ട് വരും. എം ബിന് ഇങ്ങോട്ട് വരും. 57.5. 57.5. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ എക്സർട്ടഡ് ബൈ സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് 1.5 gram ഓഫ് പോളിമേഴ്സ്. അപ്പൊ മാസ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ട്. ഡബ്ല്യു ബി 1.5 gram ആണ് തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? എം ബി മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് തന്നിട്ട് 185,000 ആണ്. 000 ആണ് മോളാർ മാസ്. വോളിയം വി തന്നിട്ട് 500 ml ആണ്. 500 ml എന്ന് പറഞ്ഞാൽ 0.5 ലിറ്റർ ആണ്. 0.5 ലിറ്റർ. കാരണം എം എൽ പറ്റൂല, ലിറ്ററിലേക്ക് മാറ്റണം. അതിന്റെ കാരണം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അതിന്റെ കാരണം പറയാം, അതവിടെ നിൽക്കട്ടെ. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് തന്നിട്ട് 1.5 ആണ്. മോളാർ മാസ് തന്നിട്ടുണ്ട് അല്ലേ? 1,85,000 ആണ്. വോളിയം 500 ml എന്ന് പറഞ്ഞാൽ 0.5 ലിറ്റർ ആണ്. ടെമ്പറേച്ചർ ടി തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ടി is equal to 37 ഡിഗ്രി സെൽഷ്യസ് അഥവാ 310 കെൽവിൻ ആണ് അല്ലേ? അതിന്റെ കൂടെ 273 ആഡ് ചെയ്യണം. സോ 310 കെൽവിൻ ആണ്. 310 കെൽവിൻ ആണ് ടെമ്പറേച്ചർ. എന്താ കാണാൻ പറഞ്ഞത്? കാൽക്കുലേറ്റ് ഓസ്മോട്ടിക് പ്രഷർ ആണ്. ഓസ്മോട്ടിക് പ്രഷർ കാണാൻ ഇക്വേഷൻ നോക്കുക. പൈ is equal to ഡബ്ല്യു ബി ബൈ എം ബി ഇൻറ്റു ആർ ടി ബൈ വി എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ ആർ എന്താണ്? ആർ ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് വാല്യൂ 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് ആണ്. അതായത് ഞാൻ പറഞ്ഞു വോളിയം ലിറ്ററിൽ വേണമെന്ന് പറയാൻ കാരണം എം എൽ ഉള്ള വോളിയത്തിന് ലിറ്ററിലേക്ക് മാറ്റാൻ കാരണം ആറിന്റെ വാല്യൂ ലിറ്ററിലാണുള്ളത്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആയ ആറിന്റെ വാല്യൂ എന്തിലാണുള്ളത്? ലിറ്ററിലാണുള്ളത്. സോ നമ്മൾ എന്തിലേക്ക് മാറ്റണം? ലിറ്ററിലേക്ക് മാറ്റണം. കോൺസ്റ്റന്റിന്റെ വാല്യൂ ലിറ്ററിലാണ്. സോ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? 1 ലിറ്ററിലും 1 ml കൊടുക്കാൻ പറ്റില്ല. സോ ഇത് നമ്മൾ ഈ ലിറ്ററിലേക്ക് മാറ്റി. ടെമ്പറേച്ചറിന് ഡിഗ്രി സെൽഷ്യസ് പറ്റൂല. 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 310 കെൽവിനിലേക്ക് മാറ്റണം. കാരണം ആറിന്റെ വാല്യൂ കെൽവിനിലാണുള്ളത്. നമ്മൾ വാല്യൂ കൊടുത്തു നോക്കുക. ഡബ്ല്യു ബി എത്രയാ? 1.5 ആണ് അല്ലെ? എം ബി എത്രയാ? 1,85,000 ആണ്. 1,85,000. ആർ എത്രയെന്ന് വെച്ചാൽ 0.0821 ആണ്. ടെമ്പറേച്ചർ 310 കെൽവിൻ. ടെമ്പറേച്ചർ 310 കെൽവിൻ. ക്ലിയർ അല്ലേ? പിന്നെ വരുന്നത് വോളിയം ആണ്. വോളിയം 0.5 ലിറ്റർ ആണ്.
ആൻസർ വരുന്നത് 4.13 into 10 raised to minus 4. 4.13 into 10 raised to minus 4 അറ്റ്മോസ്ഫിയർ ആണ് ആൻസർ വരിക. അറ്റ്മോസ്ഫിയറിലേക്ക് മാറ്റാൻ കാരണം നോക്കാം. ഇത് അറ്റ്മോസ്ഫിയറിലേക്ക് മാറ്റാൻ കാരണം ഇതാ ഇവിടെ ആറിന്റെ വാല്യൂ മക്കൾ നോക്കൂ. ആറിന്റെ വാല്യൂ അറ്റ്മോസ്ഫിയറിലാണുള്ളത്. സോ ആൻസറും എന്തിൽ വേണം? അറ്റ്മോസ്ഫിയറിൽ വേണം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ക്ലിയർ ആണ്? അപ്പോ പൈ ഈസ് ഈക്വൽ ഡബ്ല്യു ബി ബൈ എം ബി ഇൻറ്റു ആർ ടി ബൈ ബി. ഡബ്ല്യു ബി എത്ര? 1.5 ആണ്. എം ബി എത്ര? 1,85,000. കാണുന്നുണ്ടോ നിങ്ങൾ? എം ബി 1,85,000. വോളിയം ബി എത്ര? 500 ml. 500 ml എന്ന് പറഞ്ഞാൽ 0.5 ലിറ്റർ. 0.5 ലിറ്റർ. ടി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 310 കെൽവിൻ ആണ്. കെൽവിനിലേക്ക് മാറ്റണം. പൈ ഈസ് ഈക്വൽ ഡബ്ല്യു ബി ബൈ എം ബി ഇൻറ്റു ആർ ടി ബൈ ബി. ഡബ്ല്യു ബി എത്ര? 1.5 ആണ്. എം ബി 1,85,000 ആണ്. ആർ 0.0821 ആണ്. 310 ആണ്. ടി അല്ലെ വോളിയം 0.5 ലിറ്റർ ആണ്. വാല്യൂ കിട്ടുക 4.13 into 10 raised to minus 4 അറ്റ്മോസ്ഫിയർ. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. എ മിക്സർ ഓഫ് 32 gram ഓഫ് മെത്തനോൾ ആണ് ആൻഡ് 4.6 gram ഓഫ് എത്തനോൾ. ഫൈൻഡ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ഈച്ച് കമ്പോണന്റ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് നോക്കിയോ. നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ കാണണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ കാണാം. ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണ്. ഗിവൺ മാസ് എത്ര? 3.2 ആണ്. മോളാർ മാസ് 32 അല്ലേ? സോ എത്ര മോൾ കിട്ടി? 3.2 നിങ്ങൾ നോക്കിയോ. എൻ നമ്പർ ഓഫ് എൻ മെത്തനോൾ. നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ നോക്കിയോ. നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ നോക്കുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ CH3OH ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ എത്രയാന്ന് വെച്ചാൽ 3.2/32. എത്ര കിട്ടും? 3.2 32 into 10 raised to minus 1 എന്ന് എഴുതാ. ഡിവൈഡഡ് ബൈ 32. ശരിയല്ലേ? 3.2 32 into 10 raised to minus 1 എന്ന് എഴുതാ. 32 ക്യാൻസൽ ചെയ്ത്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ എത്രയാന്ന് വെച്ചാൽ 0.1 ആണ്. ക്ലിയർ ആണ്? ക്ലിയർ ആണ്? നമ്പർ ഓഫ് മോൾസ് കാണാൻ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ആദ്യം നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ കാണണം. 3.2/32. 3.2/32 വെച്ചാൽ 32/32 ഈക്വൽ ടു 0.1 ആണ്. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോൾ കാണണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോൾ ഗിവൺ മാസ് ബൈ മോളാർ മാസ് എത്ര? 4.6. അത് തന്നെ 4.6/46 ആണ്. Given mass by molar mass 4.6/46. അപ്പോൾ 4.6/46. 4.6 46 into 10 raised to minus 1 divided by 46. 46 cancel. That is equal to 10 raised to minus 1. 10 raised to minus 1 എന്ന് പറഞ്ഞാൽ 0.1. Number of moles of ethanol കിട്ടി. Number of moles of methanol കിട്ടി. Number of moles of ethanol കിട്ടി. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ കാണാം. മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ എന്ന് പറഞ്ഞാൽ number of moles of methanol. So number of moles of methanol plus number of moles of methanol divided by number of moles of methanol plus number of moles of ethanol ആണടാ. ക്ലിയർ അല്ലേ? അപ്പൊ number of moles of methanol 0.1 ആണ്. 0.1 ക്ലിയർ ആണ്? number of moles of methanol 0.1. so number of moles of methanol 0.1 plus 0.1. so 0.1/0.2 ആണ്. that is 1/2 ആണ്. 1/2 എത്രയാ? 0.5 ആണ്. അപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ എത്രയാണെന്ന് വെച്ചാൽ 0.5 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തനോൾ എത്രയാണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് നോക്കിയോ. നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോൾ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോൾ ആണടാ. റെഡി അല്ലേ? നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് 0.1 ഇത് 0.1 പ്ലസ് 0.1 ദാറ്റ് ഈസ് ഈക്വൽ 0.1/0.2 ദാറ്റ് ഈസ് ഈക്വൽ 0.5. അപ്പൊ രണ്ടും കൂടി സമ്മ 1 അല്ലേ കിട്ടുക? സം ഓഫ് മോൾ ഫ്രാക്ഷൻ എപ്പോഴും 1 അല്ലേ കിട്ടുക? റെഡി അല്ലേ? റെഡി. അപ്പൊ ഇമ്പോർട്ടൻറ്റ് സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ 5 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമ്മളങ്ങ് ചെയ്തു അല്ലേ? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. മക്കൾ ശ്രദ്ധിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നന്നായിട്ട് പഠിച്ചേ. ഇങ്ങനെയുള്ള 3 സെറ്റ് ഞാനങ്ങ് ചെയ്തു തരും. ന്യൂമറിക്കൽസ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ന്യൂമറിക്കൽസ്. ഇത് പഠിച്ചാൽ മതി. സൊല്യൂഷൻ എന്ന ചാപ്റ്ററിലെ മുഴുവൻ തലവേദനയും നിങ്ങൾക്ക് മാറും. നിങ്ങൾ ആ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുക ന്യൂമറിക്കൽസ് കൊണ്ടാണ്. ആ ന്യൂമറിക്കൽസ് ക്ലിയർ ചെയ്യാൻ നമ്മൾ എഴുകണ ഒരു എന്ത് സ്റ്റാർട്ട് ചെയ്താ ഒരു സെറ്റ് ഒരു സീരീസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്താ
ഫസ്റ്റ് സീരീസ് ആണ്. ഇതിൽ 5 ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ആൻഡ് തേർഡ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറന്നു പോകരുത്. ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേ എക്സാം സീസണിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കോണ്ടന്റ് വീഡിയോസും കാര്യങ്ങളും ലൈവ് ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യാം. റെഡി അല്ലേ? എന്നാ ബൈ.